ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ കരാട്ടെ ചാനലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത്, അതായത് സ്റ്റിക്ക് കൊണ്ട് നമ്മുടെ ഫേസിലോട്ട് അടിക്കുന്ന ഒരു അറ്റാക്ക്, അത് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെ ഡിഫെൻഡ് ചെയ്യും എന്നുള്ളതാണ്. നമ്മൾ ഒരുപാട് വീഡിയോസിനകത്ത് നമ്മൾ ഒരുപാട് ടെക്നിക്സ് ഇട്ടിട്ടുണ്ട്. ഇന്നിടുന്നത് ഒരു പ്രത്യേക ടെക്നിക്കാണ്. അറിയുന്ന ആളുകളുണ്ടാവും, അറിയാത്ത ആളുകളുണ്ടാവും. അതായത് നമ്മളിപ്പോൾ ഇങ്ങനെ അടിക്കുകയാണെങ്കിൽ അപ്പോൾ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടില്ല, നമ്മൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മളല്ലേ കംപ്ലീറ്റ് പോകും. അപ്പോൾ ഈ അടിക്കുന്ന സമയത്ത് നല്ല ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, സ്റ്റിക്ക് കൊണ്ടൊക്കെ നമ്മൾ ആരെങ്കിലും അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് നല്ല ധൈര്യം വേണം, കോൺഫിഡൻസ് വേണം. കാരണം ബാക്കിലോട്ട് ഒരിക്കലും മാറരുത്. എല്ലാ വീഡിയോസിനകത്ത് നമ്മൾ പറയുന്നതാണ്, നല്ല ശ്രദ്ധിക്കുക അടിക്കുക. ബാക്കൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ആൾ കോൺഫിഡൻസ് കൂടുകയാണ്, കയറി 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 അടിക്കാൻ സാധ്യത ഉണ്ട്. പക്ഷേ നമ്മൾ നല്ല ശ്രദ്ധിക്കുക, അടിക്കുക. കണ്ട, അടുത്തേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, സുഖമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ നമുക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ചെയ്യുന്ന ഒരു പ്രത്യേക സംഗതിയാണ്, നിങ്ങൾ അടുത്തോട്ട് കയറുക, അടിക്കുക. നമ്മൾ ഈ കൈ ഇവിടെ വെക്കുക, ഈ കൈ ഇവിടെ വെക്കുക, അല്ലെങ്കിൽ കുറച്ച് കയറ്റിയിട്ട് പിടിക്കണമെങ്കിൽ പിടിക്കുക. നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച്, ഓപ്പണിന്റെ കൈയിന്റെ സ്ട്രെങ്ത്തിനനുസരിച്ച്, നല്ല വണ്ണുള്ള കൈയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് പിടുത്തം കിട്ടാത്തൊരു സാഹചര്യമാണെങ്കിൽ കുറച്ച് കയറ്റിയിട്ട് പിടിക്കുക. ഓക്കെ, ഒരിക്കലും വടിയിൽ പിടിക്കുന്നതല്ല. വടിയിൽ പിടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ തീരും പിടിക്കരുത്, പിന്നെ ഇവിടെ പിടിക്കാൻ പറ്റും. ഏറ്റവും അത് അടുത്തതിന് ശേഷം ഞാൻ ചെയ്യുന്നത്, ഇന്നത്തെ ഈ വീഡിയോസിനകത്ത് നിങ്ങൾ പഠിപ്പിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അടിക്കുക. നമ്മൾ കണ്ട ഈ കൈ ഇവിടെ വെക്കുക, ഇവിടെ വെക്കുന്ന സമയത്ത് കണ്ടില്ലേ, ഇതിലാണ് പിടിക്കേണ്ടത്. നമ്മൾ അടിക്കുക, കണ്ട ഇതിൽ പിടിക്കുക. ഇതിൽ പിടിച്ചതിന് ശേഷം നമ്മൾ പെട്ടെന്ന് കൈ ഇങ്ങോട്ട് കൊണ്ടുവരിക. ഇങ്ങോട്ട് കൈ കൊടുന്നതിന് ശേഷം നല്ല ശ്രദ്ധിക്കുക. ഈ കൈ കൊടുന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തിട്ട് മറിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഇത് നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് ഇത് വാങ്ങാൻ പറ്റും. കാരണം അത് വലിക്കും ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ തന്നെ സ്വാഭാവികമായിട്ടും അപ്പം അതിൻ്റെ ആണ്ടില്ലേ, ബാക്കിലെ കൈ കൊണ്ട് നമുക്ക് അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട്. അടിച്ചു നോക്കുക, കണ്ടാ അറ്റാക്ക് വരും, ഷുവറാണ്. പക്ഷെ നമ്മൾ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ആ ബാക്കിൽ നിന്ന് വരുന്ന ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് വരുന്ന അറ്റാക്കിന്റെ മുമ്പ് നമ്മൾ ഇതിന്റെ പണി കഴിച്ചോളണം. അത് വിത്തിൻ സെക്കൻഡ് കൊണ്ട് കിക്കായിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മാത്രമേ ഇത് നടക്കുള്ളൂ. ഇത് നല്ല എല്ലാ ടെക്നിക്സും അതേപോലെ തന്നെ. നമ്മൾ കുറെ സമയം എടുത്തിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ഒരിക്കലും നടക്കില്ല. പഠിക്കുക, നമ്മൾ പെട്ടെന്ന് കയറിയ കണ്ട അവിടുന്ന് അറ്റാക്ക് വരുന്ന മുമ്പേ നമുക്ക് എന്ത് ചെയ്യാം, ഇത് വലിച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് വലിച്ചിട്ട് വടി അത് സ്റ്റിക്ക് നമ്മളെ കയ്യിലാക്കിയതിന് ശേഷം നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്തായാലും ശ്രദ്ധിക്കുക. അടിക്കാൻ സ്ലോലി കാണിക്കുക, അടിക്കുക. നമ്മൾ പിടിച്ചു, കണ്ടാ പിടിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇതിൽ നമ്മൾ കൈ വെച്ചു. അല്ല, ഈ കൈ വെച്ചതിന് ശേഷം നമുക്ക് ജസ്റ്റ് കൈ വെക്കണുള്ളൂ. കാരണം അത് അങ്ങോട്ട് വലിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു കൈ വെക്കുക. കൈ വെച്ചതിന് ശേഷം നമ്മൾ എന്താ, നമ്മൾ ഈ കൈ കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഈ വടി കണ്ടാ ഇവിടെ പിടിക്കരുത്, അടുത്തില്ല. അപ്പോൾ ഇവിടെ പിടിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, അത് ഇങ്ങോട്ട് വലിച്ചു കൊടുക്കുക. കണ്ടാ, ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് ഊരിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യണേ, കറക്റ്റ് കിട്ടും. ഒന്നുകിൽ പ്രസ് ചെയ്തിട്ട് എടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ഊരിയിട്ട് എടുക്കാൻ പറ്റും. ഒന്നും കൂടി ശ്രദ്ധിക്കുക. അടിക്കണ സമയത്ത് കയറി അടിക്കുക, ബ്ലോക്ക് ചെയ്യുക. അടിച്ച് കണ്ടില്ല, ബ്ലോക്ക് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ ഈ കൈ ഇതാ വലിച്ചു നോക്കുക, വലിച്ചു നോക്കുക. അപ്പം അത് അങ്ങോട്ട് പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതിങ്ങനെ വെച്ചതിന് ശേഷം നമ്മളിത് ഊരിയിട്ടെടുത്തതിന് ശേഷം നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റും. ഈ സൈഡിൽ നിന്ന് നോക്കാം. അടിക്കുക, ഒരിക്കലും പുറകോട്ട് ഓടരുത്. ഓടിക്കഴിഞ്ഞാൽ നമുക്ക് അടി വീഴും. ഓക്കെ, അടിക്കുക, കയറുക. കണ്ടാ, കയറിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇതെടുത്തിട്ട് ഇങ്ങനെ അടിക്കുക. ഓക്കെ, ഒന്ന് സ്പീഡിൽ നോക്കുക, സ്പീഡായിട്ട് ചെയ്യുക. പെട്ടെന്ന് അടിക്കുക, പെട്ടെന്ന് എന്ത് ചെയ്യുക, കണ്ടാ ഇത്തിരി സ്പീഡിൽ നമുക്കിത് ചെയ്യാൻ കഴിയണം. ഓക്കെ, എന്തായാലും ഇന്നത്തെ ഈ ചെറിയ ട്യൂട്ടോറിയൽ, അത് സ്റ്റിക്കിൻ്റെ ഡിഫെൻഡ് ചെയ്യുന്ന, സ്റ്റിക്കേറ്റ് നമ്മൾ അറ്റാക്ക് ചെയ്താൽ എങ്ങനെ ഡിഫെൻഡ് ചെയ്യും എന്നുള്ള ട്യൂട്ടോറിയൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ മാക്സിമം ഞങ്ങളുടെ വീഡിയോസ് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അടുത്തത് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, എന്തായാലും വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് ഞങ്ങളോട് വൈൻഡപ്പ് ചെയ്യണേ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.